നമസ്കാരം. ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. ഇന്ന് ഒരു സ്ഥാനം കാണലുമായി ബന്ധപ്പെട്ടൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിന് നമ്മളുടെ പ്രവൃത്തികളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും. എൻ്റെ ഒരു അനുഭവമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്കത് ഒരു അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയാം. കുറേ വർഷം മുമ്പ് നമ്മുടെ ഒരു സ്ഥാനം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ എഞ്ചിനീയറും കൂടെ അവിടെ ചെന്നു. 12-നും 12:30-ക്കും ഇടയ്ക്കാണ് ആ മുഹൂർത്തം നമുക്കൊരു ജ്യോത്സ്യർ പറഞ്ഞു തന്നത്. ആ വീട്ടിൽ അവിടുത്തെ ഗൃഹനാഥന് വാസ്തുവിദ്യ വിശ്വാസമൊന്നുമില്ല. എന്നാൽ മകനും അമ്മയ്ക്കും വലിയ വിശ്വാസമാണ്. അങ്ങനെയാണ് നമ്മൾ ചെല്ലാൻ കാരണമായത്. അവിടെ ചെന്ന് ആ പ്രദേശമൊക്കെ വൃത്തിയാക്കി നമ്മൾ വിളക്ക് നമ്മുടെ ഗണപതിക്ക് വെക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ എങ്ങു നിന്നും അതിശക്തമായ കാറ്റങ്ങടിക്കാൻ തുടങ്ങി. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. മറച്ചു പിടിച്ചിട്ടൊന്നും വിളക്ക് നിൽക്കുന്നില്ല. രണ്ടാമത് അവിടെ ഒരു വലിയ പട്ടിയുണ്ട്. അതെവിടെ കിടന്ന് കൂകാനും തുടങ്ങി. ഇപ്പം ഞാൻ എൻ്റെ എഞ്ചിനീയർ പറഞ്ഞു, മോനെ, കാര്യമായ പ്രശ്നം എന്തുകൊണ്ട്, നമുക്കാണോ അവർക്കാണോ എന്നറിയില്ല എന്തായാലും. അപ്പോൾ ഞാനവിടെ ചോദിച്ചു, അവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത്, 1 കിലോമീറ്റർ ഇല്ല, ഒരു 600 മീറ്റർ അപ്പുറത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ നിങ്ങൾ എന്തെങ്കിലും വഴിപാട് കഴിച്ചോ? ഇല്ല. ഒരു ദക്ഷിണ അങ്ങോട്ട് വെക്കുമെന്ന് ചോദിച്ചു. അത് വെച്ച് കഴിഞ്ഞ് ചോദിച്ചു, എവിടെയെങ്കിലും നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടോ? ആ ഉണ്ട്. പോകാറുണ്ടോ? പോകാറില്ല. നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് സങ്കല്പിച്ചൊരു ദക്ഷിണ വെക്കുമെന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, ആ 2 ദക്ഷിണ വെച്ചതോടുകൂടി ശക്തമായ കാറ്റും നിന്നു, അതുപോലെ പട്ടിയുടെ ഊരിയിടും നിന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാനുണ്ട്, ആ വീട്ടിൽ കുറേ ആളുകളുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ എഞ്ചിനീയർ കൂടെയുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ പിതൃക്കന്മാർ, പാരൻസ് വർഷങ്ങളായിട്ട് ആരാധിച്ചു വന്ന ചില കുടുംബ ദേവതകൾക്ക് നമ്മളുടെ സ്വാധീനമുണ്ട്. അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ പരിപാലിച്ചാൽ, ഞാൻ നേരത്തെ ദേവതാ സങ്കല്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു ഫ്രീക്വൻസിയാണ്, നമ്മളൊരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ അത് നമ്മൾ സാധാമ്യം ശക്തമാവുകയും അതിന് ചൈതന്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. നമ്മുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ഒരനുഭവം എനിക്ക് അതിന് മുമ്പും അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചത്. അപ്പോൾ പ്രദേശത്തെ ആ ദേവതാ സങ്കല്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വാസ്തുവിദ്യ പ്രകാരം വീട് വെക്കുന്ന ഒരു അവസരത്തിലാണ്. ഇതെൻ്റെ നേരിട്ട് അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് സംഭവിച്ചതാണ്. ഈ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പുതിയ ഒരു അനുഭവമോ അല്ലെങ്കിൽ വിഷയമായി വരുന്ന ദിവസം കാണാം. നന്ദി, നമസ്കാരം.